ഹായ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയിലാണ് ഈ ഒരു വ്ളോഗ് എടുക്കുന്നത്. കാരണം നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോയിൽ ഓൾറെഡി നമ്മളെ പ്രഗ്നൻസിൻ്റെ കാര്യം റിവീൽ ചെയ്തല്ലോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഈ വീഡിയോ നമ്മൾ വിചാരിച്ചത് ആഫ്റ്റർ 3 മന്ത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യാമെന്നാണ് അല്ലേ. യെസ്. കാരണം നമ്മൾ 3 മന്തിന് ശേഷം എന്തായാലും പോസ്റ്റ് ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിരുന്നു. കാരണം 3 മന്ത് വരെ അത്രയും കെയർഫുള്ളായി നോക്കേണ്ട ഒരു ടൈമും കൂടിയാണ്. ഇനി നിങ്ങളോട് പറയാൻ നിൽക്കാനും പറ്റില്ല, കാരണം നമുക്ക് ഓരോ നമ്മളെല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നല്ലേ. അതെ, അതേമാതിരി തന്നെ നമ്മളിപ്പോൾ തന്നെ ഓൾറെഡി പല വീഡിയോസിനും ഇവള് പ്രഗ്നൻ്റ് ആണെന്നുള്ള കമൻ്റ് ഒക്കെ വരാൻ തുടങ്ങി. പിന്നെ ഇവക്കൊരു വയ്യാന്ന് പറഞ്ഞു പണ്ടൊരു വ്ളോഗ് ഇട്ടപ്പോൾ അതിലും അതേമാതിരി തന്നെ എന്തുണ്ടായിരുന്നു, എന്താ പറയാ, അയാ മതിയേനു അൽഹംദുലില്ലാ പ്രാർത്ഥിക്കാൻ മോളെ എന്നൊക്കെ പറഞ്ഞു കുറെ ആൾക്കാട്ടിരുന്നു. അപ്പൊ പ്രാർത്ഥിച്ചവർക്കൊക്കെ സ്നേഹവും നന്ദിയും സന്തോഷവും മാത്രമല്ലേ. ഇനി അങ്ങോട്ട് പ്രാർത്ഥിക്കല്ലേ. അപ്പൊ നമ്മൾ ഇൻഷാ അല്ലാ നമ്മള് ഫസ്റ്റ് സ്കാനിങ്ങിന് പോവാണ്. അപ്പൊ നമ്മളെ ഭയങ്കര എക്സൈറ്റ്മെന്റ് അല്ലേ. യെസ്, ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്, അതേപോലെ തന്നെ നല്ല ടെൻഷനും ഉണ്ട്. അതെ, അപ്പോൾ ഫസ്റ്റ് സ്കാനിങ് എന്താകുന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് ഞാനും കൂടെ നല്ല ടെൻഷനാണ്. പിന്നെ ഒരു നമ്മളെ ലൈഫിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഡേ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പോൾ ഫസ്റ്റ് സ്കാനിങ് എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ക്യൂരിയോസിറ്റി, എന്തൊക്കെ ഒരു ഫീലിങ്സ് ആണ്. അപ്പം നമ്മളതിനിങ്ങനെ എന്താ പറയുക, ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് പോകുന്നത്. റിസൾട്ട് എല്ലാം കിട്ടുന്നത്, റിസൾട്ട് എല്ലാം പോസിറ്റീവ് ആവട്ടെ. നിങ്ങളെ പ്രാർത്ഥന ഒക്കെ ഉണ്ട്, എല്ലാവരെയും പ്രാർത്ഥനയുണ്ട്, ഫാമിലീസിൻ്റെ പ്രാർത്ഥന ഉണ്ട്, എല്ലാവരും പ്രാർത്ഥന ഉണ്ട് അല്ലേ. അപ്പോൾ റിസൾട്ടൊക്കെ നന്നാവട്ടെ. എന്തായാലും നമ്മളെ റിസൾട്ടിൻ്റെ ഒക്കെ ഈ വീഡിയോ തന്നെ ലാസ്റ്റിലാക്കി ഇടും. സ്കാനിങ് കഴിഞ്ഞ കാര്യങ്ങളിടും, അത് കഴിഞ്ഞിട്ടുള്ള എല്ലാം ഇടും. നമ്മൾ ത്രൂ ഔട്ട് ഈ ഒരു വീഡിയോയിൽ എന്തായാലും ഇടും. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി, വീഡിയോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് മാത്രം നിങ്ങളൊരു ഫാമിലിയെ കാണുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ അവര് പറയില്ലേ, ഓ വീഡിയോസ് എല്ലാം കാണുന്നുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യുന്നില്ലല്ലോ എന്നല്ലേ. അതന്നെ, നിങ്ങൾ ഷെയർ ചെയ്യാൻ നമ്മൾ നിൽക്കുവോ? അതെ, അപ്പൊ അത്രേ ഉള്ളൂ അല്ലേ. ബാക്കി നമുക്ക് കഴിഞ്ഞിട്ട് എടുക്കല്ലേ. അപ്പോൾ നമ്മൾ എന്താ പറയുക, സ്കാനിങ്ങിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ടോക്കൺ തന്നെ 1 മണിക്കൂർ എന്താ പറയുക ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഇവിടെ ആൾക്ക് വിശക്കെന്ന് പറഞ്ഞപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ ഫാസ്റ്റിംഗ് ആയതിനെക്കൊണ്ട് ഫുഡൊന്നും കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഫുഡ് കഴിക്കാൻ പറഞ്ഞാണ്. അപ്പോൾ ഫാസ്റ്റിംഗ് കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ട് കലീബ ഭയങ്കര ടയേർഡാണ്. ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് USG സ്കാനിങ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. അതിൽ ഫസ്റ്റ് സ്കാനിങ് ആയ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഇവിടെയാണ്. ഫസ്റ്റ് സ്കാനിങ് ആയതുകൊണ്ട് ഭയങ്കര ടെൻഷനാണ് ആൾക്ക്. പക്ഷേ ഇൻഷാല്ലാ നമ്മളും ക്യൂരിയോസിറ്റിയിലാണ്. ഫസ്റ്റ് ഒരു സ്കാനിങ്ങിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയുള്ള ക്യൂരിയോസിറ്റിയിലാണ്. അപ്പോൾ ഞാനും ഹിറ്റൊക്കെ അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം അല്ലേ. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ലൈഫിൽ നല്ലൊരു ഹാപ്പിനെസ് മൊമെന്റ് ഈ ഒരു ദിവസം മുതൽ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി, അല്ലെങ്കിൽ തന്നെ എനിക്ക് കൺഫ്യൂഷൻസ്. ഒരു വേദന ഇവിടെ വരുമ്പോ അതെന്തേക്കും, എന്ത് വേദനയ്ക്കും. 8 മാസം ആശിക്ക. 8 മാസം ഉണ്ടല്ലേ. 7 മാസം. 7 മാസം. അപ്പോൾ നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ചിലപ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും. കാരണം നമ്മൾ എന്തായാലും നമ്മളെ ഫാമിലീസിനെ അറിയിക്കും. പക്ഷെ നമ്മൾ എന്താ പറയുക 3-4 മാസം കഴിഞ്ഞിട്ട് ഒരു 3 മന്ത് എല്ലാം നല്ലോണം നോക്കണം, കെയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ടൊക്കെ പറയാം. നമ്മളെ മുമ്പത്തെ വീഡിയോസിലൊക്കെ കുറെ ആൾക്കാർ ഇപ്പൊ പ്രഗ്നന്റ് ആണെന്നൊക്കെ കമന്റ് ഇട്ടിരുന്നു. അപ്പോൾ ഇവർക്കൊക്കെ പ്രഡിക്ഷൻ കഴിവ് എങ്ങനെ മനസ്സിലാവുന്നില്ലേ പെട്ടെന്ന് തന്നെ. അപ്പൊ നമ്മളെ സ്കാൻ റീസൺ കാര്യങ്ങളൊക്കെ നമ്മള് ഇൻഷാ അല്ലാ വിടും, എല്ലാം വിടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് സ്കാനിങ് പിന്നെ വീട്ടിലെത്തിയിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മളെ ഇപ്പട്ട വീഡിയോ അന്ന് എടുത്ത ചേട്ടോ, കാരണം അല്ലേ ആദ്യം പറഞ്ഞിക്കല്ലേ വീഡിയോ. അത് നമ്മൾ ഫസ്റ്റ് സ്കാനിങ്ങിന് പോയ സമയത്ത് എടുത്ത് വെച്ച വീഡിയോ ആണ്. അപ്പൊ നമ്മളെ സ്കാനിങ് ആ സമയത്തൊക്കെ അൽഹംദുലില്ലാ അടിപൊളി, കുഴപ്പമൊന്നുമില്ലായിരുന്നു. വീട്ടിൽ പോയിട്ട് ബാക്കി എടുക്കാമെന്ന് കയ്യിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എടുക്കാൻ പറ്റിയില്ല ചില കാരണങ്ങളാൽ. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയില് നമ്മളെ റിവ്യൂ ചെയ്ത സമയത്ത് കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു എത്ര മാസമായിരുന്നു. കാരണം നമ്മളെ വീഡിയോ ചെക്ക് ചെയ്തപ്പോൾ അതിൽ പറഞ്ഞിട്ടില്ല തീരെ. അപ്പോൾ എന്താ കുറെ ആൾക്കാർ ചോദിക്കുന്നതും കൊണ്ട് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നതായിരുന്നു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പം 4 മന്ത് കഴിഞ്ഞല്ലേ. 4 മന്ത് കഴിഞ്ഞപ്പോ പിന്നെ അൽഹംദുലില്ലാ എല്ലാം. ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ബുദ്ധിമുട്ടുകൾ എന്ന് പറയുമ്പോ വേദന കാര്യങ്ങൾ അങ്ങനെ ഈ വോമിറ്റിങ് കാര്യങ്ങളൊന്നും ഇല്ല, അൽഹംദുലില്ലാ. അങ്ങനെ ഇല്ലാണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. വേറെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. പക്ഷെ ഇങ്ങനെ ഇമോഷൻസും കാര്യങ്ങളല്ലോ പെട്ടെന്നാണ്, അല്ലാണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. അപ്പൊ നമ്മൾ ആ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലായിരുന്നു 4 മന്ത് കഴിഞ്ഞ്. പക്ഷെ വേറൊരു കാര്യം എന്താ പറയാ ആഷിക, ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യം എന്താ വെച്ചാല്
നമ്മള് കയ്യില് വീഡിയോ ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു അറൌണ്ട് 500 സംതിങ്. ഞാൻ അന്ന് നോക്കിയപ്പോ 500 സംതിങ് ആയിരുന്നു കമന്റ്സ് ഉള്ളത്. അതില് ഓൾമോസ്റ്റ് എല്ലാം നല്ല പോസിറ്റീവ് കമന്റ്സ് ആണ്. അതിൽ ഞാന് കണ്ടതില് നോട്ട് ചെയ്തതില് ഒരാള് 3 പ്രാവശ്യം കമന്റ് ഇട്ടിട്ടുണ്ട് ചൽക്കാണ്ട് പോയി എന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ നോക്കുന്നത് ആരാ എനിക്കറിയില്ല. എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഇട്ടിക്കണ്. അതേമാതിരി വേറൊരാളും കൂടെ ഒരു മോശമായിട്ടുള്ള ഒരു കമന്റ് ഇട്ടിട്ട് അത് നമ്മള് ഫസ്റ്റ് പറഞ്ഞൊരു കാറ്റഗറി ഇല്ലേ, അതായത് പറഞ്ഞാലും കുറ്റം പറഞ്ഞില്ലെങ്കിലും കുറ്റം. അതായത് ഈ ഇതൊക്കെ എന്തിനാ ഇവിടെ വന്ന് പറഞ്ഞതിന്റെ കൂടെ വേറൊരു സംഭവങ്ങൾ നമുക്ക് പോലും പറയാൻ താല്പര്യം ഇല്ലാത്തൊരു കമന്റ്. അപ്പൊ അത് നമ്മള് വലിയ മൈൻഡ് ആക്കുന്നില്ല. കാരണം ഇത്രയും പോസിറ്റീവ് കമന്റ്സ് വന്നിട്ട് വെറും 2 നെഗറ്റീവ് കമന്റിന് നമ്മള് വെറുതെ സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഞാൻ ജസ്റ്റ് കണ്ടപ്പോ പറഞ്ഞെന്നുള്ളു. വലിയ ഹേർട്ടിങ് ആയിട്ടൊന്നും തോന്നിക്കില്ല കേട്ടോ അതൊന്നും. കാരണം അത്രയും നല്ല കമന്റ്സ് ആണ്. എല്ലാരും പ്രാർത്ഥിക്കാന്നും നമ്മളെ ഓരോ ദുആയിൽ ഉൾപ്പെടുത്താന്നും അങ്ങനെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞതിൽ ഭയങ്കര സന്തോഷം. ഒരു ബ്രീത്തിങ്ങില് ചെറിയൊരു പ്രശ്നം, അത് കൂടുതൽ സംസാരിക്കുന്ന സമയത്തൊക്കെ അതിൽ കുറെ ആൾക്കാര് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യണമെന്നൊക്കെ അപ്പൊ എന്താ പറയാ, നിങ്ങളെല്ലാരും പ്രാർത്ഥന വേണം. പിന്നെ നമ്മളെ ദുആയിലൊക്കെ ഉൾപ്പെടുത്താം. എന്താ പറയാ, നല്ല രീതിയിൽ പിന്നെ കുറെ ആൾക്കാര് നമ്മള് ഫാമിലീസിനോട് പറയുന്ന വീഡിയോസ് ഉണ്ടോ നമ്മള് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ചിട്ട്, പക്ഷെ ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റിയ ഒരു അവസ്ഥയിലാണോ എന്ന് ചോദിച്ചാൽ ഞാന് നമ്മള് പറയുമ്പോ നമുക്ക് ഇത് നമ്മളിങ്ങനെ സർപ്രൈസ് ആയിട്ട് പറയുമ്പോൾ മാറ്റി നിൽക്കുമ്പോൾ പറയാൻ പറ്റില്ലല്ലോ. എന്റെ ഉമ്മന്റെ കോലൊക്കെ ഞാൻ ഇവരെ പറഞ്ഞ എന്റെ ഉമ്മയും ബാപ്പയും നിൽക്കുന്നൊക്കെ ഇതിപ്പോ എങ്ങനെ ഇടാ. അപ്പൊ അതൊക്കെ അമ്മ എന്നെ ഇവിടെ ഓടിപ്പിക്കുക കിട്ടിയിട്ടുണ്ടെങ്കിൽ. അപ്പൊ അങ്ങനത്തെ കാര്യത്തിലാണ്. പിന്നെ കുറെ ആൾക്കാര് നമ്മളെ ഫാമിലീസിലുള്ള കുറെ ആൾക്കാർ എന്തൊക്കെയോ കോലത്തിലൊക്കെയാണ്. എല്ലാരും പോട്ടെ, ഈ ആഷിഖാന്റെ അടുത്ത് ഞാൻ പറഞ്ഞത് തന്നെ രാവിലെ എണീച്ചിട്ട് ആ ഒരു ടൈമിലാ പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ വിളിക്കാം ആഷിഖ. അപ്പൊ എന്താ ഞാൻ പറഞ്ഞു നീക്കി. അപ്പൊ എന്തിനാ ഞാനാണെങ്കിൽ ഷർട്ട് കിട്ടിയില്ല ഒരു പാട്ടിലും എനിക്ക്, അതുകൊണ്ട് അതൊന്നും ഞാൻ സമ്മതിക്കുന്നല്ലേ ഇടാൻ. എന്റെ കേസിന് ബ്ലറൊക്കെ ചെയ്തിടാല്ലാണ്ട് നോക്കട്ടെ അല്ലേ. അപ്പൊ കുറെ ആൾക്കാർ പറഞ്ഞിട്ട് നമ്മൾ വേണമെങ്കിൽ ഒന്ന് കട്ടൊക്കെ ചെയ്തിട്ട് അതാ പറയുന്നത്. അപ്പൊ നിങ്ങള് ഇനി നമ്മളെ വീഡിയോ ഇടുമ്പോൾ ചോദിക്കില്ല ഇമ്മന്റെ എക്സ്പ്രഷൻ നിങ്ങളെ ഉമ്മയും ആഷിഖന്റെ ഉമ്മയൊക്കെ ഇല്ലേ, അതാണ് പക്ഷെ ഇടാൻ പറ്റില്ല. അതാ ആദ്യം പറഞ്ഞു. വേണമെങ്കിൽ ഒരു വോയിസ് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇടേണ്ടി വരും. അങ്ങനെ ചെയ്യേണ്ടി വരും. എനിക്ക് തോന്നുന്നു എന്റെ ഉമ്മന്റെ വാപ്പന്റെ തോന്നില്ല കിട്ടി. 3 ആൾക്കാരെ വൃത്തി കിട്ടി. ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് ചില ആൾക്കാരുടെ അടുത്ത് കൊടുത്തപ്പോ ഇതെന്ത് സാധനം, ഞാൻ മറ്റേ എന്താ അങ്ങനെയൊക്കെയാണ് അതൊക്കെ ഇങ്ങനെ കാണിച്ചതല്ലേ. അപ്പൊ അത് കാണിച്ചാൽ പറ്റുന്നതല്ല. പിന്നെ നമ്മള് എന്താ പറയാ, ഓൾമോസ്റ്റ് എല്ലാം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ ഓരോന്നും ഇട്ടരും. പക്ഷെ ഈ ഒരു ദിവസം എന്ന് പറയുമ്പോ നമ്മള് ഭയങ്കര ഒരു ടെൻഷൻ ആയിരുന്നു. കാരണം ഫസ്റ്റ് സ്കാനിങ് ആയിരുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഏതൊരു വീഡിയോയില്. പിന്നെ ഞാനിങ്ങനെ റീലൊക്കെ കണ്ടുപോയി, നല്ല അടിപൊളിയിൽ റീലൊക്കെ കണ്ടതാ. അപ്പൊ ഹാർട്ട് ബീറ്റ് ഒക്കെ കേൾപ്പിക്കുന്നതെല്ലാം കണ്ടപ്പോ ഞാനാ പിന്നെ ഹാർട്ട് ബീറ്റ് ഒക്കെ കേൾപ്പിച്ചു തരുമല്ലോ. ഫസ്റ്റ് സ്കാനിങ്ങിലാണ്. അപ്പോൾ അതിൽ കുറെ വെള്ളം കുടിക്കാനും അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഹാർട്ട് ബീറ്റ് പോലും ഒന്നുമില്ല. അവിടെ കയറി സ്കാനിങ് കഴിഞ്ഞ അവര് പൊയ്ക്കോന്ന് പറയുകയും ചെയ്തു. ഞാൻ ഭയങ്കര ഡള്ളായിരുന്നു, മീൻസ് ഒരു അപ്സെറ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ നമ്മൾ ഇന്ത്യയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പുറമെ ആയിരിക്കും, ഇന്ത്യന്റെ പുറമെ ആയിരിക്കും ഹാർട്ട് ബീറ്റ് ഒക്കെ കേൾപ്പിച്ചത്. പക്ഷെ സെക്കൻഡിലൊക്കെ വന്ന സമയത്ത് ഹാർട്ട് ബീറ്റ് എല്ലാം കേൾപ്പിച്ചൊക്കെ. പിന്നെ ടെൻഷൻ ഒരാൾക്കാരെ വീഡിയോസ് മെസ്സേജ് നമുക്ക് ഫുൾ ടെൻഷൻ തന്നെയാണ് എപ്പോഴും. എല്ലാ സ്കാനിങ് പോകുമ്പോഴും ആദ്യ സ്കാനിങ് പോകുന്ന തന്നെ ഫുൾ ടെൻഷൻ തന്നെയാണ്. ഫസ്റ്റ് സ്കാനിങ് റിപ്പോർട്ട് പിന്നെ കിട്ടാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു. അപ്പൊ പിന്നെ അത് കിട്ടാത്തതിന്റെ ടെൻഷൻ, അത് എന്തായിരിക്കും കാരണം ഫസ്റ്റ് ടൈം ആയിട്ടാണല്ലോ. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറയരുത് എന്നാണ് മനസ്സിലുണ്ടാവുക, അങ്ങനാണല്ലോ. പക്ഷെ എങ്ങനെ ആയാലും ടെൻഷൻ ഉണ്ടാവും. ഇനിയിപ്പോ നെക്സ്റ്റ് നമുക്ക് സ്കാനിങ്ങിന് പോവാണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്, അപ്പോഴും ടെൻഷൻ തന്നെ. ടെൻഷൻ തന്നെ. പക്ഷെ ഈ ഒരു ജേർണി ഒരു ഹാപ്പിനെസ് ഉണ്ട് കേട്ടോ. അതാണ്. അപ്പൊ എന്താ പറയാ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വ്ലോഗ് എടുത്തത്. കാരണം ആദ്യം എടുത്ത് ചെയ്യും കൊണ്ട് ആ ഒരു എക്സൈറ്റ്മെന്റ്. കാരണം ചിലപ്പോൾ നമ്മള് ഇത് പണ്ടേ എടുത്ത് ചെയ്യും കൊണ്ട് ഇപ്പൊ ആ രീതിയിലായിരിക്കും വ്ലോഗിലൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിന് ക്ലാരിഫിക്കേഷൻ വേണ്ടി നിങ്ങൾ ചെയ്തിട്ട് ഇപ്പൊ ഇപ്പത്തെ കണ്ടിട്ട് തടി ഉണ്ട്, അതിൽ തടി ഇല്ലല്ലോ,
അങ്ങനെയൊക്കെ കമന്റ് വരണ്ട, കാരണം അത് സ്റ്റാർട്ടിങ്ങിൽ എടുത്ത വെച്ച വീഡിയോ ആണ്. അപ്പൊ അതെ, just അത് കാണിക്കാൻ നമ്മൾ വേണ്ടി അപ്പോഴും പറഞ്ഞത്, ഇതിപ്പോ കുറെ ആൾക്കാർ നമ്മുടെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഉം. എന്താ പറയാത്തത്, നിങ്ങൾ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വന്ന് പറയല്ലോ, ഇത് മാത്രം നിങ്ങൾ പറയാത്തെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ അതൊക്കെ ഓൾറെഡി പ്ലാൻ ചെയ്ത് എടുത്തൊക്കെ വെച്ചത് സമയമാകുമ്പോൾ കാണിക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ എന്താണ്, അതിനുള്ള ഒരു ടൈം പോലും തരുന്നില്ലല്ലേ. Yes. പിന്നെ ആരോ ഒന്ന് പറഞ്ഞേ, ഹിബ ഇങ്ങനെ കാണ്, പിന്നെ യൂട്യൂബ്, സോഷ്യൽ മീഡിയ. ആ അതെ അതെ, ഇപ്പൊ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ആണെങ്കിൽ എല്ലാം കേൾക്കാനുള്ളൊരു മനസ്സ് വേണം. ഇങ്ങനെ പലതും വരുമ്പോൾ തരണം ചെയ്യും. പക്ഷെ അതാണല്ലോ നമ്മള് ചെയ്യുന്നത്, നമ്മൾ ആൻസർ ചെയ്യുന്നുണ്ടല്ലോ. സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ നമ്മള് എല്ലാം ഇങ്ങോട്ട് വരുന്ന എല്ലാം കേട്ടിരിക്കേണ്ട ആവശ്യമില്ല. അതിന് വേണ്ടിയാണ് നമുക്ക് പറയാനുള്ള അങ്ങോട്ട് തിരിച്ചു പറയുന്നത്. നമ്മൾ പറയുന്നുണ്ടല്ലോ, നമ്മൾ മിണ്ടാണ്ടിരിക്കുന്നില്ലല്ലോ. നമ്മള് കേൾക്കുകയും ചെയ്യുന്നുണ്ട്. കേട്ടിട്ട് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയുകയും ചെയ്യും. കമന്റ് വരുന്നത് പബ്ലിക് ആയിട്ടാ, അപ്പൊ നമുക്ക് പബ്ലിക് ആയിട്ട് റിപ്ലൈ കൊടുക്കാലോ. കൊടുക്കാനാണ് പ്രശ്നം കിട്ടും. അപ്പൊ അങ്ങനെ കാണല്ലേ. അതെ. അപ്പൊ നമ്മള് ഈ ഒരു ചെറിയൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നത് നമ്മളെ ഒരു ഹാപ്പി മൊമെന്റ് നിങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ ഇതൊക്കെ അല്ലേ പെരുന്നാളിന്റെ തിരക്കിലൊക്കെ ആണല്ലോ നമ്മള് രാത്രിയാണ് 12 മണിയായിട്ടില്ലേ, 11 എല്ലാരും പറയും 12 മണിയൊക്കെ ആകുമ്പോൾ കിടന്ന് ഉറങ്ങണം. 12 ആയില്ല, 11 ആയിക്കോളൂ ആണ്, 11 ആയിക്കോളൂ. അപ്പൊ അത്രേ ഉള്ളു അല്ലേ. അപ്പൊ നമുക്ക് എന്താ പറയാ, ഇതുവരെ നമ്മളെ സപ്പോർട്ട് എല്ലാവരും നന്ദി. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മളെ ഡ്രസ് ബിസിനസ്സിലായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. നമ്മളെ കമ്മ്യൂണിറ്റിയുടെ ഇടയിലുണ്ട് കേട്ടോ നമ്മളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ. ഓരോരുത്തരും താങ്ക്സ് പറയാതിരിക്കാൻ വയ്യ. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാർ. ഇപ്പൊ ഞാനൊന്ന് സൈഡായിട്ട് ഇങ്ങനെ ഇപ്പൊ ഫുൾ ഹാൻഡ്ലിങ്ങും കാര്യങ്ങളെല്ലാം ആശിക്കും. ഞാൻ പറഞ്ഞല്ലോ ഇന്റത് ഇങ്ങനെയാണ് ഇമോഷൻസ്. അപ്പൊ ചില സമയത്ത് എനിക്ക് തീരെ മൂഡ് ഉണ്ടാവില്ല, ചില സമയത്ത് ഞാൻ എടുക്കണമെങ്കിൽ മൂടൊന്നുമില്ല, ഞാൻ നിർബന്ധിച്ച് കൊണ്ടുവരുന്നത്. പക്ഷെ ചില സമയത്ത് എന്നാ എടുക്കാൻ പോകുന്നത് പറയും ചെയ്തോ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമ്മളെ സീരിയസ് കണ്ടിട്ട് പോകുന്നുണ്ട്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. സീരിയസ് നൈസ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ നമ്മള് എന്താ പറയാ, അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ വന്ന ചെറിയ കാര്യങ്ങളൊക്കെ പറയാം. പണ്ടൊക്കെ ഓരോരുത്തർ സജഷൻസ് ഒക്കെ ആയിട്ട് വരലുണ്ടായിരുന്നു ആശിക. അല്ല സീരീസ് ഇങ്ങനെ സ്റ്റോറി അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കുന്നൊക്കെ പറഞ്ഞ സജഷൻസ്, ലൈഫ് സ്റ്റോറി. ഇപ്പൊ അങ്ങനെ ആരും ഒന്നും നമ്മള് ആർക്കും ഇഷ്ടമില്ല. അതന്നല്ലേ, നമ്മള് സീരിയസ് തുടങ്ങിയല്ലോ. പണ്ട് നമ്മള് ഡെയിലി ഓരോരോ അപ്പം തീരുന്ന കണ്ടന്റ് അല്ലായിരുന്നു. ഇപ്പൊ ആൾക്കാർ വരും. ഇപ്പൊ സീരിയസ്. പക്ഷെ ഞാൻ ഈ അടുത്തിട്ട് കൊറേ എന്റെ ഇൻസ്റ്റ ഞാൻ ഓൾറെഡി പറഞ്ഞ വലിയ ആക്റ്റീവ് അല്ലാന്ന്. അപ്പൊ ഞാൻ ഈ അടുത്ത് ഇപ്പൊ ഇൻസ്റ്റയിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ മെസ്സേജിലൊക്കെ പോയേക്കുന്ന സമയത്ത് മെസ്സേജ് വന്ന് കിടപ്പുണ്ട്, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു, എനിക്കൊരു കാര്യം ഷെയർ ചെയ്യാനുണ്ടായിരുന്നു ഒക്കെ പറഞ്ഞിട്ട് കൊറേ മെസ്സേജസ്. ഞാനിപ്പോഴാ കാണുന്നതല്ലേ. അയച്ചിട്ടും കാര്യമില്ല. നമ്മളെ ഇൻസ്റ്റയിൽ അയച്ചല്ലേ കൊറേ മെസ്സേജ് ആയിരുന്നു കൊടുത്തപ്പോ എല്ലാം കാണുന്നില്ല. ഇങ്ങനെ കൊറേ വരുന്നതുകൊണ്ട് കൊറേ മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ എല്ലാം നോക്കലൊക്കെ ഉണ്ട്, എന്നാലും കൊറേ വരുന്നതും കൊണ്ട് കൊറേ ഡൗൺ ആയി പോകും. അപ്പൊ അത്രേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോ കാണാം. ബൈ.